ആറന്മുള ജംഗ്ഷനിലെ വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ വ്യാപാരികളൊക്കെ തന്നെ അവരുടെ കടകളൊക്കെ തുറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ബസ്സുകളൊക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ അല്പസമയം മുമ്പാണ് കട തുറന്നത്. എന്ന് അടച്ചുപോയ കടയാണിത്? ശനിയാഴ്ച 1-ാം തീയതിയാണ് കട അടച്ചത്. ഇപ്പം നമുക്ക് 2018 പ്രളയത്തിന് ശേഷം നമുക്ക് പ്രളയത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടായി. വ്യാപാരികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ ആറന്മുള നിവാസികൾക്കെല്ലാം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒരു പുനർജീവനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. പക്ഷേ വീണ്ടും പ്രളയത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായി. എന്തായാലും വലിയ നാശനഷ്ടങ്ങളില്ലാതെ ഈ വർഷം ഇങ്ങനെ പോയെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രകൃതിദത്തമായ ചില തോടുകളും വയലുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നികന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാശനഷ്ടങ്ങൾ നമുക്ക് ഈ 2018 ഉണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ് ശ്രദ്ധ നമ്മളിതിലേക്ക് ആവശ്യപ്പെടുന്നു. ഇനി ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ശനിയാഴ്ച എത്ര വരെ വെള്ളം കയറിയായിരുന്നു ഇവിടെ? ശനിയാഴ്ച നമുക്ക് ആറന്മുളയെ സംബന്ധിച്ച് പറഞ്ഞാൽ സാധാരണഗതിയിലൊരു പ്രളയ സമാനമായ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഏകദേശം ജംഗ്ഷനിലൊക്കെ ഒരു 1.5 അടി 2 അടി ഉയരത്തിൽ മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ. കടകളിലേക്ക് കയറിയോ? നോക്കി എന്തെങ്കിലും വെള്ളം കയറി? കടകളിൽ കയറത്തക്ക സാഹചര്യം അറിയാൻ നമുക്ക് പറ്റിയില്ല. ആ സാഹചര്യമായപ്പോൾ നമ്മൾ കട അടച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയായിരുന്നു. മിക്കവാറും കടകളെല്ലാം അതേ സാഹചര്യത്തിലാണ്. എല്ലാവരും പോയി ഇപ്പം വന്ന് ഓരോ കടകളിങ്ങനെ തുറന്ന് ഞങ്ങളിങ്ങനെ അതിലേക്ക് വീണ്ടും ആറന്മുളയുടെ ആ ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാർഗം ഞങ്ങൾ കണ്ടെത്തുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ റോട്ടിലൊക്കെ തന്നെ കാണുമ്പോൾ ഈ കല്ലും ഒക്കെ തന്നെ വന്ന് അടിഞ്ഞിടക്ക് നമുക്ക് കാണാൻ കഴിയും. അന്നൊക്കെ ഇവിടേക്ക് വരാൻ പറ്റിയില്ല, ഇന്നാണ് അങ്ങോട്ട് എത്താൻ പറ്റുന്നത് ശരിക്കും? തീർച്ചയായിട്ടും. കഴിഞ്ഞ 18 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി ചള്ളയും നടക്കാൻ പറ്റാത്തൊരവസ്ഥയും ആയിരുന്നു. എന്നാൽ തന്നെ ഈ പ്രാവശ്യത്തെ വെള്ളത്തിന് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഏകദേശം ഒരു അരനീ വെള്ളം, അതായത് ഒരു 4 അടി കൂടുതൽ വെള്ളം ഈ പ്രാവശ്യം ഇവിടെ കയറിയിട്ടുണ്ട്. എന്നാലും ഒരുവിധം ബെറ്ററായി വരുന്നു. ഇപ്പം റോഡിലെ വെള്ളമെല്ലാം ഇറങ്ങി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ആയി വരുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ഹോട്ടലിലൊക്കെ വലിയ രീതിയിൽ വെള്ളം ഈ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടലിലൊക്കെ അത് കംപ്ലീറ്റ് പോയതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം എല്ലാം വെള്ളം കയറി ഒലിച്ചു പോയതായിട്ടാണ് ആറന്മുള തട്ടുകടയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അത് ഏകദേശം പൂർണ്ണമായും സാറിന് നിലയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നുള്ളതൊന്നും അറിയത്തില്ല. എല്ലാം ഓപ്പൺ ആയെങ്കിലേ നമുക്കറിയത്തുള്ളൂ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നു എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇന്നു മുതൽ ബസ്സുകളൊക്കെ ഓടി തുടങ്ങി, അത് ഒരു ആശ്വാസം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും ഇന്നു മുതൽ പ്രൈവറ്റ് ബസ്സുകൾ ഓടി തുടങ്ങുന്നുണ്ട്. കോഴഞ്ചേരി തിരുവല്ല റൂട്ടിലും ചെങ്ങന്നൂർ പത്തനംതിട്ട റൂട്ടിലും പ്രൈവറ്റ് ബസ്സുകൾ ഓടി തുടങ്ങുന്നു ഇപ്പോൾ കാണുന്നുണ്ട്. കുറേശ്ശെ ബസ്സുകൾ പോകുന്നു, പബ്ലിക്കും അതുപോലെ ചെറുതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ മുമ്പിൽ കാണുന്ന വലിയ ഒരു വയല്, ആ വെള്ളം വലിയാൻ ഇനി എത്ര ദിവസം കൂടി എടുക്കും? കാരണം അതിനപ്പുറത്തേക്ക് വീടുകളുണ്ട്, അവിടേക്ക് എത്തണമെങ്കിലൊക്കെ ഇനി വെള്ളം വലിയണമല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇത് എയർപോർട്ടിൻ്റെ പഴയ കാലത്തെ ഒരു സ്ഥലമാണ്. അത് ഒരുവിധം കംപ്ലീറ്റ് മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടുത്തെ വെള്ളം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ്റിലെ വെള്ളം തീർച്ചയായിട്ടും താണെങ്കിൽ മാത്രമേ ഈ പ്രദേശങ്ങളിലെ വെള്ളങ്ങൾ പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഏകദേശം ഒരാഴ്ചയെങ്കിലും നിൽക്കുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. എന്തായാലും ആറന്മുള പ്രദേശങ്ങളിലെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കടകളും ഒക്കെ തന്നെ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് അടഞ്ഞു കിടക്കുന്ന കടകളൊക്കെ തന്നെ ഇന്നു മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബസ് സർവീസുകളും ഇതുമായി പ്രവർത്തനം ആരംഭിച്ചു. അതൊക്കെ തന്നെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. വൈകാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ വെള്ളം കൂടി ഇറങ്ങുന്നതോടുകൂടി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പലർക്കും വീടുകളിലേക്ക് തന്നെ മടങ്ങാൻ കഴിയും. ക്യാമറാമാൻ രാജീവ് രാജേന്ദ്രനൊപ്പം രജീഷ് നരിക്കുനി, പത്തനംതിട്ട.